ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തില് ബിജെപിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വോട്ട് കൃത്രിമത്തെ സംബന്ധിച്ച് നടത്തിയ പ്രതികരണത്തെ തുടർന്ന് സംസ്ഥാന ഇലക്ഷൻ ചീഫ് ഓഫീസർ രത്തൻ യു ഗേൽക്കർ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് തന്നിരുന്നു. ആ നോട്ടീസ് അദ്ദേഹം ഇലക്ഷൻ നിയമത്തിലെ 20(3)(b) അനുസരിച്ച് നോട്ടീസാണ് തന്നിരിക്കുന്നത്. ആ നോട്ടീസിൽ പറയുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നാണ്. ആ തരുമ്പോൾ നമ്മളൊരു ഓത്ത്, ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കാണുകയും നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ സമ്മതം ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. 24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ഫൈനൽ ഇലക്ടർ റോൾ വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് 20(3)(b) പ്രകാരമുള്ള ഓത്ത് നൽകിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം ആ സന്ദർഭത്തിൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളൂ എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഇവിടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന പത്രവാർത്തകളും അതുപോലെ തന്നെ വിശദമായ റിപ്പോർട്ടുകളും ഞാനിതോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ വളരെ വിശദമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ചേർത്തപ്പെട്ടിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ വളരെ വഞ്ചനാപരമായ ഫ്രോഡായി ചേർത്തിരിക്കുന്ന വോട്ടുകളാണ്. അപ്പോ ഒരു ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രൊസീഡിംഗ്സും ഇല്ലാതാകുമെന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വമനുസരിച്ച് അന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അന്തിമ വോട്ടർ പട്ടിക തന്നെ ഫ്രോഡാണെന്നും അത് നിലനിൽക്കാത്തതാണെന്നുള്ളതാണ് ഈ കത്തിലൂടെ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായ നടപടി സ്വീകരിക്കണം. ആ ഇലക്ടർ റോള് തന്നെ ഫ്രോഡ് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഇതിന്മേൽ നടപടി സ്വീകരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ബിജെപി നേതാക്കന്മാര് ഇലക്ഷൻ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്തുന്നതിന് പൂർണ്ണമായിട്ടും അതിന്റെ സ്വതന്ത്രമായ രീതിയിൽ നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ 2024 ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിക്ക് വിരുദ്ധമായിട്ടാണ് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള നിബന്ധനകൾ ഒരു സർക്കുലറായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളിൽ നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ കാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് ചേർക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ആള് സാധാരണ താമസക്കാരനാണെന്നതിനെ കണ്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ച് 2 സുപ്രധാനമായ കോടതി വിധികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ആ കോടതി വിധി പ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡസ് നോട്ട് മീൻ എ ഫ്ലൈയിങ് വിസിറ്റ് ഓർ കാഷ്വൽ വിസിറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് താൽക്കാലികമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറന്നു കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല വോട്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ ഫ്രോഡായി ചേർക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്.
അതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി വിധിയെയും ഹൈക്കോടതി വിധിയെയും അതിന്റെ ഒറിജിനൽ നിയമത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏത് വിധേനയും അവിടെ വോട്ട് ചേർക്കാവുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് നിന്നും വന്ന് അവിടെ സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് വേറെ മണ്ഡലത്തിൽ നിന്നും തൃശൂർ മണ്ഡലത്തിൽ വന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് ജയിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോ കൂടെ 10,000-കണക്കിന് വോട്ടർമാരെ മറ്റു മണ്ഡലങ്ങളിലും കൂടി ഫ്രോഡായി കൊണ്ടുവരിക എന്ന് പറയുന്ന ഫ്രോഡുലന്റായ പ്രവർത്തനമാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയും ബി.ജെ.പിയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിക്ടറിയെ മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മണ്ഡലത്തിന്റെ അതിർത്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ അതിർത്തിക്കകത്തുള്ള വോട്ടർമാർക്കാണ് ആ മണ്ഡലത്തിനെ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്. ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കാണ്. ഇപ്പൊ സുരേഷ് ഗോപി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം, എനിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷെ ഞാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോമിനേഷൻ വാലിഡ് ആവണമെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആരെങ്കിലും ഒരാൾ പ്രപ്പോസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് നോമിനേഷൻ പേപ്പർ പോലും വാലിഡ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ പോലും, അദ്ദേഹം ജയിക്കണമെങ്കിലും അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ശരിയായ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിച്ചാലാണ് അത് വിക്ടറി എന്ന് പറയാൻ കഴിയുക. അതിനു പകരം 10,000-കണക്കിന് വോട്ടുകൾ ബി.ജെ.പിയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാപകമായി ഓർഗനൈസ്ഡായി ആർഎസ്എസിന്റെയും ബി.ജെ.പിയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി ഇലക്ഷൻ നിയമത്തിന്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ 10,000-കണക്കിന് വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇനിയും വരാൻ പോവാണ് അടുത്ത ദിവസങ്ങളിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ബി.ജെ.പിയുടെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ അവിടെ വോട്ടുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ട്. 2 എപ്പിക് നമ്പറിലാണ് ഐ ഡി കാർഡ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് 2 എപ്പിക് കാർഡിൽ ഐ ഡി കാർഡ് വരുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം, പക്ഷെ എന്റെ എപ്പിക് കാർഡ് നമ്പർ മാറാൻ പാടില്ലാത്തതാണ്. അത് അന്വേഷിക്കേണ്ടതും അത് കൃത്യമായി അത് ഉറപ്പുവരുത്തേണ്ടതും ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വോട്ട് പരിശോധിക്കുന്നത്? ഇപ്പൊ ബീഹാറിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുകയാണല്ലോ. അവിടെ നിങ്ങൾക്ക് വോട്ട് ചേർക്കണമെങ്കിൽ ഇപ്പൊ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് പോരാന്നാണ്. അത് അംഗീകരിച്ചിരിക്കുകയാണ്. ആധാർ കാർഡ് പോരാ, നിങ്ങളുടെ വോട്ടർ ഐ ഡി പോരാ, നിങ്ങളുടെ റേഷൻ കാർഡ് പോരാ, പിന്നെന്ത് വേണം? നിങ്ങളവിടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കിയാലാണ് നിങ്ങളുടെ വോട്ട് അവിടെ ചേർക്കാൻ കഴിയുള്ളൂ. 65 ലക്ഷം വോട്ടർമാരെ അതിന്റെ പേരിൽ പുറത്താക്കി ബീഹാറിൽ. പക്ഷെ കേരളത്തിലാണെങ്കിലോ, തൃശൂരില് സുരേഷ് ഗോപി മത്സരിച്ച മണ്ഡലത്തില് മറ്റ് മണ്ഡലങ്ങളിൽ താമസിക്കുകയും മറ്റ് ജില്ലകളിൽ താമസിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ബി.ജെ.പി. നേതാക്കന്മാരുടെ വീടുകളിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള നിരവധി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ വ്യാജ അഡ്രസ്സുകളിൽ ആയിരക്കണക്കിന് ആളുകളെ അവർ പണം കൊടുത്തു കൊണ്ടുവന്ന് വോട്ടർമാരാക്കി പോളിംഗ് ദിവസം അവരെ കൊണ്ടല്ല വോട്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഫ്രോഡായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഫ്രോഡ് വിറ്റിയേറ്റഡ് പ്രൊസീഡിംഗ്സ് എന്ന് പറയുന്നത് ഇല്ലാതായി പോകുന്നുള്ളതാണ്. അപ്പൊ പ്രൊസീഡിംഗ്സിനെ സംബന്ധിച്ച് ബാക്കി എല്ലാ പ്രൊസീഡിംഗ്സും അവസാനിക്കുന്നു ഒരു ഫ്രോഡ് നടന്നുവെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ന അടിസ്ഥാന നിയമതത്വ അനുസരിച്ച് തന്നെ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അത് ന്യായമായും സത്യസന്ധമായും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇലക്ഷൻ കേസ് ഞങ്ങൾ കൊടുക്കുമ്പോൾ ആ ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. ഇലക്ഷൻ കേസ് വരുന്നത് മറ്റു പല കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥിയുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥി പണം കൊടുത്തുകൊണ്ട് ആളുകളെ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, മറ്റു തരത്തിലുള്ള വയലേഷൻസ് എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഗുരുതരമായ ഒരു നിയമപ്രശ്നം രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിന്റെ സത്യസന്ധതയെപ്പറ്റി, നിഷ്പക്ഷതയെപ്പറ്റി, സുതാര്യതയെപ്പറ്റി രാജ്യവ്യാപകമായി വലിയ ആശങ്കയും അതിനെ സംബന്ധിച്ച് വിശ്വാസ്യതയില്ലായ്മയും വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഗ്നിശുദ്ധി വരുത്തി ഇലക്ഷൻ കമ്മീഷന്റെ സത്യസന്ധത വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ആ സാഹചര്യത്തിൽ പരാതി കൊടുക്കുന്നവരുടെ മുമ്പിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രോഡ് പരിപാടികൾക്ക് മറ പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന നിലപാടാണ്
ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ഞാൻ തള്ളിക്കളയുകയും എന്നാൽ വ്യക്തമായ നിരവധിയായ തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷന് എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ടുള്ള കത്ത് അവിടെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഏത് സമയത്തും തെളിവുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ നടന്നിരിക്കുന്ന നിയമവിരുദ്ധമായി നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നൽകാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയിൽ, പരാതി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ തയ്യാറാണ്. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തിപരമായി നൽകേണ്ട നീതിയല്ലത്. ഇവിടെ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങളിത് പരിശോധിച്ചിട്ട് നിയമപരമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഞങ്ങൾ നോക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാതെ മറ്റു ഉറപ്പുകളൊന്നും തന്നെ എനിക്ക് അദ്ദേഹം തന്നിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി, പിന്നെ നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി സുബാൽ എംഎൽഎയും തൃശൂർ കൊടുങ്ങല്ലൂർ എംഎൽഎ VR സുനിൽകുമാറും കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷണർ പോയി കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളിത് അദ്ദേഹം തന്ന നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. സ്പെസിഫിക്കായി നൽകാവുന്ന ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്ന തെളിവുകളിൽ ഒരു വീട്ടിൽ തന്നെ 9 വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. BJPയുടെ രണ്ട് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, BJPയുടെ ഒരു നേതാവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിൽ ചേലക്കര മണ്ഡലത്തിലെ വരവൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ആ വോട്ടുണ്ടായിട്ടും പിന്നെ എങ്ങനെയാണ് ഇവിടെ വോട്ട് നേർക്കുന്നത്? ഇവിടെ അദ്ദേഹം വോട്ട് നേടിയിരിക്കുകയാണ്. അപ്പൊ രണ്ടിടത്തും ഒരേ സമയം അദ്ദേഹം വോട്ട് കിട്ടിയിരിക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റായ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരാള് മലപ്പുറം ജില്ലക്കാരാണ്. ഇവിടെ മറ്റൊരാളുടെ പേരിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളുടെ പേരിൽ ഇങ്ങനെ വോട്ട് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരാൾ എങ്ങനെയാണ് ഓർഡിനറി റെസിഡന്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ അയാൾ അവിടെ താമസക്കാരനായിരിക്കണം. താമസക്കാരനാവണമെന്ന് അയാൾക്കൊരു വീടുണ്ടാവണം, അയാൾ വാടകയ്ക്കാണെങ്കിൽ അവിടെ താമസക്കാരനായിരിക്കണം. ചുരുങ്ങിയത് 6 മാസമെങ്കിലും താമസിക്കണം എന്നാണല്ലോ വെപ്പ്. 6 മാസം പോയിട്ട് ലോഡ്ജിൽ താമസിച്ചവർക്ക് പോലും വോട്ട് കൊടുക്കാന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? BJPയുടെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടി BJPക്കാരായിട്ടുള്ള വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മിസ് കോൾ അടിച്ചാൽ വോട്ട് കിട്ടുന്നത് പോലെ ഒരു പോസ്റ്റ് കാർഡ് കൊണ്ടുകൊടുത്താൽ വോട്ട് കൊടുക്കാനാണോ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത്? അതിനാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ഈ റൂളുകളൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്? ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റൂളുകൾ ഏതൊക്കെ റൂളുകളാണ് കാറ്റിൽ പറത്തിയിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും ഞങ്ങൾ തൃശൂരിൽ പത്രസമ്മേളനം നടത്തി ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ, ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം തന്നെ വീണ്ടും പുറത്തുവിടും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പുറത്തുവിടാനുണ്ട്. അപ്പൊ ഇവിടെ ഈ കാര്യത്തില് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം മറുപടി പറയേണ്ട വിഷയമല്ല. BJP ഇപ്പൊ പറയുന്ന പരിപാടി എന്നെ കണ്ടാൽ കിണ്ണം കട്ടവും തോന്നുന്ന പോലെ BJP ഇതിനകത്ത് മറുപടി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. BJP അല്ല മറുപടി പറയേണ്ടത്. ഇവിടെ മറുപടി പറയേണ്ടത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ തെറ്റായ വിവരം നൽകി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്യാം. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കെതിരെ പെറ്റീഷൻ കൊടുത്ത് VS സുനിൽകുമാറിനെയോ അല്ലെങ്കിൽ മറ്റ് ആരൊക്കെയാണോ ഇതിനെപ്പറ്റി പിന്നെ അഭിപ്രായങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളെയൊക്കെ പിന്നെ ഇലക്ഷൻ കമ്മീഷന് കേസെടുത്ത് ജയിലിലടയ്ക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. യാതൊരു പ്രശ്നവും അതിനകത്തില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യമാണ്. അല്ലാതെ ജനങ്ങൾ പറയുന്നതാണല്ലോ ശരി, നമ്മളല്ലല്ലോ പറയേണ്ടത്. അതായത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരാം. പക്ഷെ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെയും കൂടി അവിടേക്ക് ഫ്രോഡായി കൊണ്ട് ചേർത്താൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള പരിപാടിയാണെന്നുള്ളത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇത് ഇതുവരെ പുതിയതായിട്ട് കൊണ്ടുവന്നുള്ളൊരു പരിപാടിയാണ്. ഞാൻ സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചേർത്തതിന് ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാല് അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചേർക്കാൻ അദ്ദേഹം അതിനു മുമ്പ് അവിടെ ഒന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് വീടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്ക് അദ്ദേഹം അവിടെ വീട്ടിൽ താമസിച്ചെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാനൊരു ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യയും ഒക്കെ ഇവിടെ വോട്ടുണ്ടായിട്ടും ഇവിടെ വോട്ടർ ID ക്യാൻസലാക്കാതെ
അവിടെ നിന്ന് വോട്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയും BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ? അപ്പോ അതൊക്കെ ഒരു പിന്നെ സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് വോട്ട് മാറ്റിയോ എന്നുള്ള കാര്യം അത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സിന്റെ പ്രശ്നമാണ്. ഇപ്പൊ കെ മുരളീധരൻ വോട്ട് ചെയ്ത് ഇവിടെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെയാണ് വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണല്ലോ എന്റെ ശരി. ഞാൻ എവിടെയാണോ ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ എന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത് ഞാൻ എന്റെ താമസ സ്ഥലത്തിലെ ഇലക്ഷൻ വോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോ പിന്നെ കെ മുരളീധരൻ അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ വോട്ടർ പിന്നെ സ്ഥാനാർത്ഥി എഴുന്നിട്ട് അദ്ദേഹം രാവിലെ തൃശ്ശൂർ വന്ന് അദ്ദേഹം വോട്ട് ചെയ്തു. ഞാൻ 2 തവണ മത്സരിച്ചത് വേറെ മണ്ഡലങ്ങളിലാണ്. ഞാൻ മത്സരിച്ചത് നേരത്തെ കയ്പമംഗലത്തും അതുപോലെ തന്നെ ചേർപ്പിലും, പിന്നെ മത്സരിച്ച തൃശ്ശൂരിലും 3 തവണ ഞാൻ വോട്ട് ചെയ്തത് എനിക്കല്ല. എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ്. മറ്റ് സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്കാണ്. കാരണം എന്റെ വോട്ട് ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കാണ് കൊടുക്കേണ്ടത്. അതാണ് ഇലക്ഷൻ നിയമം. ആ നിയമം ലംഘിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ മണ്ഡലങ്ങൾക്ക് അതിർത്തി ഉണ്ടാക്കുന്നത്? എന്തിനാ മണ്ഡലത്തിന് അതിർത്തി ഉണ്ടാകുന്നത്? അതിർത്തിയിലെ വോട്ടർമാരെ സംബന്ധിച്ച് BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഇലക്ടർ റോളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇലക്ടർ റോളിനകത്ത് വഞ്ചനാപരമായ നിലപാടുകൾ, സത്യസന്ധമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ വേററക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ BR അംബേദ്കർ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ നടന്നിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ വേററക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടുകൂടി BJP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തൃശൂരിലുണ്ടായിട്ടുള്ള വിക്ടറി അത് വിക്ടറിയായി ആഘോഷിക്കുമ്പോൾ വളരെ ട്രാൻസ്പെറന്റായ, നിഷ്പക്ഷമായ അല്ലെങ്കിൽ പക്ഷപാതരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വേണം അത് വിക്ടറി എന്ന് ആഘോഷിക്കാൻ വേണ്ടി. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ യാതൊരു തരത്തിലും അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനും ഞങ്ങൾ പോയിട്ടില്ല. അത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ വോട്ട് കിട്ടി ജയിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തോറ്റ ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പറയുമ്പോൾ തോറ്റ ആളുകളുടെ എന്തോ ജൽപ്പനങ്ങളാണെന്ന നിലയിലേക്ക് അതിനെ അപഹസിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അല്ല, ഞാൻ മറുപടി കൊടുക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തെളിവിങ്ങോട്ട് കൊണ്ടുവരൂ. തെളിവ് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലടയ്ക്കാനുള്ള അധികാരം കൂടി ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയുന്ന ന്യായം എവിടുത്തെ ന്യായമാണ്? അത് എന്ത് റൂളാണത്? ആർക്ക് വേണ്ടിയുള്ള റൂളാണത്? അത് ഇലക്ടർ റോൾ എന്ന് പറയുന്ന ഇലക്ടർ റോളിനെ സംബന്ധിച്ച് അനാവശ്യമായിട്ട് ആളുകൾ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് ഇലക്ടർ റോളിനെ ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ്. ഒരു ഇലക്ഷന്റെ അന്തിമഘട്ടത്തിൽ യാതൊരു തെളിവില്ലാതെ നിങ്ങൾ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒരു ഓത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ചലഞ്ച് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം അതാണ്. അത് ഒരു നല്ല ഇന്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു റൂളാണ്. അതിപ്പോ വസ്തുതാപരമായി ഇപ്പൊ ഇലക്ഷനും കഴിഞ്ഞു, ഫൈനൽ ഇലക്ട്രോളും കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും പ്രഖ്യാപിച്ച ശേഷം അതിലുണ്ടായിട്ട് തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ആ ഒത്തു കൊടുക്കണം എന്ന് പറയുന്നത് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമല്ല. അതാണ് അതിന്റെ പോയിന്റ്. തൃശൂരിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളും അത് പ്രധാനമന്ത്രി 3 തവണ വന്ന ഒരേ ഒരു മണ്ഡലം തൃശൂർ മണ്ഡലമാണ്. ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് ഇടപെട്ട മണ്ഡലം തൃശൂർ മണ്ഡലമാണ്. അവിടെ നടന്നിട്ടുള്ള നിരവധി മാനിപ്പുലേഷൻ സംബന്ധിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ പണം കൊടുത്ത് എങ്ങനെ വോട്ട് നേടുന്നു, ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് നേടുന്ന സംവിധാനം എങ്ങനെയാണ് BJP വർക്കൌട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ, അതായത് പണത്തിന്റെ ആധിപത്യം കൊണ്ട് പലതും ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്നത് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ്. അതിന്റെ ഒട്ടനവധി തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കേസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആർഗ്യുമെന്റ് അത് സത്യസന്ധമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് തോന്നിയാൽ മാത്രമേ ഇലക്ഷൻ കേസുകളിൽ സാധാരണ നിലയിൽ അത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ സത്യമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്.
ആ കാര്യം ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പരാതി സൂചിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അനിയനും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ ഇങ്ങനെ വോട്ട് ഇരവിപുരം മണ്ഡലത്തിൽ വോട്ട് നേടിയതിന്റെ ആ ബൂത്ത് നമ്പറും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ചോറ് വെന്തോന്ന് നോക്കാൻ വേണ്ടി എല്ലാ വറ്റും ഞെക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിനകത്ത് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊരു ആവശ്യമായിട്ടുള്ള രേഖകൾ അടങ്ങുന്ന എന്താണ് CD പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ തെളിവുകൾ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തെളിവ് കൂടുതൽ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഫർദറായിട്ട് കൂടുതൽ തെളിവുകൾ കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിയമ പോരാട്ടങ്ങളുടെ സാധ്യത പരിശോധിക്കുകയും ചെയ്യും. കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് പോകും. ഇത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇതിന് വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റി അവിടെ സ്ഥാനാർത്ഥി തോറ്റതായി പ്രഖ്യാപിക്കണമെന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ഇനി ആർക്കും ആരെ വേണമെങ്കിലും ജയിപ്പിക്കാനും ആരെ വേണമെങ്കിലും തോൽപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വോട്ടെടുപ്പിലും ജനാധിപത്യത്തിലൊക്കെയുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആശങ്കയുള്ളതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.